ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബീഫ് അടയുടെ റെസിപ്പിയാണ്. ഇപ്പോൾ മുമ്പ് ഞാൻ കോഴിയടയും സ്വീറ്റ് അടയൊക്കെ ഇട്ടിട്ടുണ്ട്. അതേപോലെ ഒരു ബീഫ് വെച്ചിട്ടാണ് ഞാനിന്ന് അട ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് ഈ അട. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. നമ്മൾക്ക് പുറത്തുനിന്നൊന്നും വാങ്ങണ്ട, വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ബീഫ് അടയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. വീഡിയോ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഡോ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാൻ 2 കപ്പ് മൈദയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദ. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നിന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ 1 ടീസ്പൂൺ വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. മൈദ കൊണ്ട് തന്നെ കയ്യുമ്പോൾ നന്നായി ഒട്ടി വരും. അപ്പോൾ ഞാനിവിടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് ഒഴിച്ചിട്ടും നല്ല പോലെ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇവിടെ മൂടി വെക്കാം. ഈ ബീഫ് അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് ഉപ്പും കുരുമുളകും മഞ്ഞളും മുളകും പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചെടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബീഫ് ഞാനിവിടെ മിക്സിയിലിട്ടിട്ടൊന്ന് നന്നായി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വന്ന ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നമുക്ക് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ സവാള ഇവിടെ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. നമുക്കിത് ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. സവാള കട്ട് ചെയ്യുമ്പോൾ നന്നായി കനം കുറച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ സവാളയൊക്കെ ഞാനിവിടെ കോരി എടുത്തിട്ടുണ്ട്. നമുക്ക് അതേ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നല്ല തളിര് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഫ്രൈ ആയി വന്ന് ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബീഫ് വേവിച്ചപ്പോഴും ഇതിലേക്ക് മസാലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബീഫ് നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ബീഫ് അട ഫ്രൈ ചെയ്തെടുത്തൊരു മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കും. ഒട്ടും കട്ടയില്ലാതെ വേണം ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായി ഒന്ന് ഉടച്ച് കൊടുക്കണം. ഉടച്ച് കൊടുത്തതിന് ശേഷം വേണം ഇളക്കിയെടുക്കാൻ. അപ്പോൾ ഈ തവി വെച്ചിട്ട് കുറേ ഉടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളകും പൊടി ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചതും ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും ഇട്ടിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂണ് ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂണ് മീറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീറ്റ് മസാലയൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. ഇട്ട് കൊടുത്താൽ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടാവും. ബീഫ് അടയാണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്, അപ്പോൾ ഒരു ബീഫിൻ്റെ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബീഫ് ഇവിടെ നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളന്ന് കൈ വെച്ച് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്തിട്ട് നമ്മൾക്ക് ഈ ബീഫിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി ബീഫും സവാളയും കൂടി നന്നായി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഉപ്പ് പാകമാണ്. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണൊക്കെ ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പ് കറക്റ്റ് ആയതുകൊണ്ടാണ് ഉപ്പിടാത്തത്. നമ്മൾ ഇവിടെ നിന്ന് പരത്തിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനൊരു ചപ്പാത്തി പലമ്മൽക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു ഭാഗം എടുത്തിട്ട് ഇവിടെ പരത്തിയെടുക്കുന്നുണ്ട്. നന്നായി പരത്തിയെടുത്തതിന് ശേഷം ഞാൻ ബോട്ടിലിൻ്റെ മൂടി വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മൈദ ഒന്ന് തൂവി കൊടുക്കണം. ഇത് പെട്ടെന്ന് ഒട്ടിപ്പൊടിക്കും. ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മുകളിൽ കുറച്ച് മൈദ തൂവി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ അടുത്തത് ഇടുമ്പോഴേക്കും ഇത് ഒട്ടിപ്പിടിക്കും. ഇതേപോലെ ബാക്കിയുള്ള മാവും പരത്തി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം മാവ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നായി എടുത്ത് ഫില്ലിങ് വെച്ചൊന്ന് അട ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് ഈ ഫില്ലിങ്ങും ഈ അടയും കറക്റ്റായിരുന്നു. രണ്ടും ഒന്നും ബാക്കി വന്നില്ല. ഈ അളവിൽ ഫില്ലിങ്ങും ഈ അളവിൽ മൈദ എടുക്കുകയാണെങ്കിൽ രണ്ടും കറക്റ്റാവും. നമ്മൾക്ക് ഓരോന്നിടത്തുനിന്ന് അട ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഈ ഒട്ടിച്ചു കൊടുക്കണം മാവിൻ്റെ ഭാഗത്തേക്ക് ഫില്ലിങ് വരരുത്, അപ്പോൾ അത് ഒട്ടി കിട്ടൂല. നന്നായി ഉള്ളിലേക്കൊക്കെ ആക്കിയിട്ട് വേണം ഇത് ഷേപ്പ് ചെയ്തെടുക്കാൻ. നമ്മൾക്കൊരട ഇവിടെ തയ്യാറായിട്ടുണ്ട്. മാവൊന്ന് കൂട്ടിയെടുത്തിട്ടൊന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്താൽ മതി. അപ്പം ഇങ്ങനൊരു ഡിസൈന് കിട്ടും. പുറത്തേക്ക് വരുന്ന നമ്മൾക്ക് ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം. ഇത് നമ്മൾ ഇങ്ങനെ ഫില്ലിങ് ആക്കി വെച്ചാലും തൊട്ടിപ്പിടിക്കും. ഞാൻ കുറച്ച് ഫില്ലിങ് ആക്കി വെച്ചത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അട ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
എണ്ണ നന്നായി ചൂടായി വരട്ടെ. ചൂടായി വന്നതിന് ശേഷം നമുക്ക് അട ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ എണ്ണയൊക്കെ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു അടയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അട ഉണ്ടാക്കിയതിന് ശേഷം വിട്ട് വെക്കണം, അല്ലെങ്കിൽ തമ്മിലൊട്ടി പിടിക്കും. ഇതൊന്ന് ഗോൾഡൻ കളർ വന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ആദ്യം ഇട്ടതെല്ലാം അതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടയൊക്കെ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പിന്നെ അതിൻ്റെ മുന്നേ ഇട്ട സീറ്റടയും കോഴിയടയൊക്കെ ആവശ്യമുള്ളവരൊന്ന് പോയി കാണണേ. സീറ്റടി നല്ല ടേസ്റ്റാണ്. നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊടുത്തേക്കാനൊക്കെ ഉണ്ടാക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടപട മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. എളുപ്പമാണ് ഉണ്ടാക്കാൻ, നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബായ്.